ബിഗ് ബോസ് മലയാള സീസൺ 7 ഇപ്പോൾ നാട്ടിലെ സംസാര വിഷയം. എന്നാൽ ഇത്തവണ മത്സരാർത്ഥികൾക്ക് ഷോ അത്ര എളുപ്പമുള്ളതല്ല. അവർ പ്രതീക്ഷിച്ച പണികളേക്കാൾ ഉപരി 7ന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണ ഒരുക്കിയത്. സ്വന്തം വസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള അവസരം ഇത്തവണ മത്സരാർത്ഥികൾക്ക് ലഭിച്ചില്ല. വസ്ത്രം, മേക്കപ്പ് സാധനങ്ങൾ എന്നിവയൊന്നും തന്നെ കയ്യിൽ ബാഡ്ജില്ലാത്തവർക്ക് ഉപയോഗിക്കാനാവില്ല. എന്നാൽ പലപ്പോഴും മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളും കൈവച്ചതിനും ഉപയോഗിച്ചതിനും ജിസേൽ തക്രാളിന് ബിഗ് ബോസിൽ നിന്നും മോഹൻലാലിൽ നിന്നും ശാസന ലഭിച്ചിരുന്നു. ജിസേൽ ഫൗണ്ടേഷൻ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കാൻ അനുമോൾ നടത്തിയ അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഹൗസിനെ ചൂടുപിടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ജിസേൽ കള്ളി എന്നാരോപിച്ച് അനുമോളുടെ പേരാണ് പറഞ്ഞത്. തൻ്റെ ബാഗ് പരിശോധിച്ചു, ചപ്പാത്തി മോഷ്ടിച്ചു എന്നീ കാരണങ്ങളാണ് ജിസേൽ പറഞ്ഞത്. എന്നാൽ താനൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്നും കാണാത്തത് പറയരുതെന്നും ചൂണ്ടിക്കാണിച്ച് അനുമോൾ ജിസേലുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ ജിസേലിന് നേരെ കൈ ചൂണ്ടി അനുമോൾ അവരുടെ കൈ തട്ടിമാറ്റുന്നുണ്ട്. ഇതിനെ തൻ്റെ കൈ അനുമോൾ പിടിച്ചു എന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ജിസേൽ പറയുകയും ചെയ്തു. അനുമോൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നുവെന്നാണ് ഹൗസിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ജിസേലുമായുള്ള വാക്കേറ്റത്തിനിടെ പൊട്ടിക്കരഞ്ഞ അനുമോൾ തന്നെ കള്ളിയെന്ന് വിളിച്ചാൽ താൻ കൊല്ലാനും മടിക്കില്ലെന്ന് ഷോയിൽ പറയുന്നുണ്ട്. താൻ ജീവിച്ചിരിക്കില്ലെന്നും അനുമോൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അനുവിനെ ആശ്വസിപ്പിക്കാനെത്തിയ ശൈത്യയും ബിൻസിയും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. തൻ്റെ ശരീരത്തിൽ ഒരാൾ കൈവച്ചാൽ താൻ അതിനോട് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയരുതെന്ന് ബിഗ് ബോസിനോട് ജിസേൽ പറഞ്ഞു.